ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിജ്ഞാപനം നാളെ പുറത്തിറക്കും. കേരളവും അസമും പുതുച്ചേരിയും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 പശ്ചിമബംഗാളിൽ ഏപ്രിൽ 23, 29 തീയതികളിലും വോട്ടെടുപ്പ്. 5 വോട്ടെണ്ണൽ മെയ് 4. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും അനായാസവുമാക്കുന്നതിന് 30ഓളം പുതിയ സംരംഭങ്ങൾ അവതരിപ്പിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് മുന്നണികൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് UDFും NDAയും. വാർത്തകൾ വിശദമായി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാൾ ഒഴികെയുള്ള 4 ഇടങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് പ്രഖ്യാപനം നടത്തിയത്. All 126 assembly constituencies for Assam, the polling shall take place on 9th of April, Thursday, 2026. All 140 assembly constituencies of Kerala shall also go for polling on 9th April. Puducherry also will go along with Assam and Kerala. Tamil Nadu, all 234 assembly constituencies will go for poll on 23rd of April in one phase, and the counting shall be on the same day for all the 5 states/UT, that is 4th of May 2026. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. മാർച്ച് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ്. അസമിൽ 126 കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളാണുള്ളത്. 234 നിയമസഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 വോട്ടെടുപ്പ് നടക്കും. പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലാണ് ഇവിടെ പോളിംഗ്. ആദ്യഘട്ടത്തിൽ 152, രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങൾ ജനവിധി എഴുതും. എല്ലായിടങ്ങളിലും മെയ് 4 വോട്ടെണ്ണൽ. കേരളത്തിൽ 2.7 കോടിയോളം സമ്മതിദായകരാണുള്ളത്. 1.31 കോടി പുരുഷ വോട്ടർമാരും 1.38 കോടി വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 277 പേരും ഉൾപ്പെടെയാണിത്. 100 വയസ്സിലേറെ പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 ലക്ഷം കന്നി വോട്ടർമാരും 54,000-ലധികം സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ സവിശേഷമായ പോളിംഗ് സ്റ്റേഷനുകളെക്കുറിച്ച് സംസാരിക്കവേ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലെ 34 നമ്പർ പോളിംഗ് സ്റ്റേഷനെപ്പറ്റി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പരാമർശിച്ചു. 693 സമ്മതിദായകരുള്ള ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ 8 കിലോമീറ്റർ കാൽനട യാത്ര ഉൾപ്പെടെ 30 കിലോമീറ്റർ ദുർഘട പാതയിലൂടെ എത്തിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും സുഗമവുമാക്കുന്നതിന് 30ഓളം പുതിയ സംരംഭങ്ങൾ സമീപകാലത്ത് അവതരിപ്പിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ഒരു റിപ്പോർട്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ സമ്മതിദായകരുടെ പട്ടിക ശുദ്ധീകരിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കളർ ചിത്രങ്ങൾ, വലിയ അക്ഷരങ്ങളിൽ പേര് എന്നിവ പ്രദർശിപ്പിക്കും. പോളിംഗ് സ്റ്റേഷനുകളിൽ 100% വെബ്കാസ്റ്റിംഗ് ഉറപ്പാക്കും. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ മൊബൈൽ ഫോൺ നിക്ഷേപ കേന്ദ്രങ്ങൾ സജ്ജമാക്കും. കുടിവെള്ളം, ശൌചാലയം, സമ്മതിദായക സഹായ കേന്ദ്രം എന്നിവ ഉൾപ്പെടെ ഓരോ പോളിംഗ് സ്റ്റേഷനിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കും. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി 1200 വോട്ടർമാർ മാത്രമേ ഉണ്ടാകൂ. കൂടുതൽ വ്യക്തതയോടെയുള്ള വോട്ടർ സ്ലിപ്പുകൾ നൽകും. ECI നെറ്റ് എന്ന പേരിൽ പ്രധാന വോട്ടർ സേവനങ്ങൾക്കും വിവിധ പങ്കാളികൾക്കും വേണ്ടിയുള്ള വൺ സ്റ്റോപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി തവണ ചർച്ചായോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ് സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9, 23 തീയതികളിലാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്.
കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ 81 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിച്ചു. 6 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLAമാരും പട്ടികയിലുണ്ട്. 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPI 25 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിലവിലെ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ വീണ്ടും ജനവിധി തേടും. GR അനിൽ നെടുമങ്ങാടും K രാജൻ ഒല്ലൂരിലും P പ്രസാദ് ചേർത്തലയിലും J ചിഞ്ചുറാണി ചടയമംഗലത്തും മത്സരിക്കും. UDF സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ NDA സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനിൽ അമേരിക്കയും ഇസ്രായേൽ സൈന്യവും ആക്രമണങ്ങൾ ശക്തമാക്കി. വ്യാവസായിക നഗരമായ ഇസ്ഫഹാനിൽ 1-ലധികം ആക്രമണങ്ങളുണ്ടായി. ഫാക്ടറിയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇറാനും മിസൈൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ടെഹ്റാനുമായി ഒരു കരാറിനും വാഷിംഗ്ടൺ തയ്യാറല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിനെ കൂടുതൽ ലക്ഷ്യം വച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മറുവശത്ത് ഹോർമുസ് കടലിടുക്ക് അമേരിക്കൻ ഇസ്രായേലി കപ്പലുകൾക്ക് മാത്രമേ അടച്ചിട്ടുള്ളൂ എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ സംബന്ധിച്ച് പൊതുവായ വീക്ഷണത്തിലെത്താൻ ബ്രിക്സ് അംഗരാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ചകൾ നടത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അംഗരാജ്യങ്ങൾക്കിടയിലെ ഭിന്നതകൾ സമവായത്തിലെത്തുന്നത് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ബ്രിക്സ് അധ്യക്ഷ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ചർച്ചകൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ഷെർപ്പകളുടെ യോഗം ഈ മാസം 12-ന് നടന്നുവെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള LPG വിതരണക്കാർക്കിടയിൽ വിതരണം നിലച്ചതായി റിപ്പോർട്ടുകളില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഇന്നലെ ഏകദേശം 77 ലക്ഷം LPG ബുക്കിംഗുകൾ രേഖപ്പെടുത്തിയതായും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ബീഹാർ, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഗാർഹികേതര LPG അനുവദിക്കുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വാണിജ്യ LPG സിലിണ്ടറുകൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. രാജ്യത്തുടനീളം ആവശ്യത്തിന് പെട്രോളും ഡീസലും ലഭ്യമായതിനാൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ മുതൽ അടുത്ത മാസം 10 വരെ നടക്കാനിരുന്ന 12ാം ക്ലാസ് പരീക്ഷകൾ CBSE റദ്ദാക്കി. നേരത്തെ മാറ്റിവച്ച പരീക്ഷകളും റദ്ദാക്കുമെന്ന് CBSE അറിയിച്ചു. മേഖലയിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപന രീതി പിന്നീട് അറിയിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം അമ്പലമുക്ക് ജംഗ്ഷന് സമീപം പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിനായി അറ്റകുറ്റപ്പണികൾ തുടരുന്നു. നഗരസഭയിലെ കഴക്കൂട്ടം, കേശവദാസപുരം, പട്ടം ഉൾപ്പെടെ 25 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ചൊവ്വാഴ്ച വരെ പൂർണ്ണമായും ഈ മാസം 23 വരെ ഭാഗികമായും തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. ഇടുക്കി തൂക്കുപാലത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. ഓട്ടോറിക്ഷ ഡ്രൈവറായ രതീഷ് ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തിൽ മറ്റൊരാൾക്കും കുത്തേറ്റു. യുക്രൈന്റെ 28 ഡ്രോണുകൾ തകർത്തതായി റഷ്യ. മോസ്കോ മേയർ സമൂഹമാധ്യമ പോസ്റ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ആളപായം, നാശനഷ്ടം തുടങ്ങിയവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. ആഫ്രിക്കൻ രാജ്യമായ റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് തുടരുന്നു. ഏകദേശം 3 ദശലക്ഷം സമ്മതിദായകർ വോട്ടെടുപ്പിനായി പേര് ചേർത്തിട്ടുണ്ട്. തുടർച്ചയായി 5ാം തവണയും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന പ്രസിഡന്റ് സാസോ എൻഗ്യൂസോയ്ക്ക് പുറമെ 6 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിജ്ഞാപനം നാളെ പുറത്തിറക്കും. കേരളവും അസമും പുതുച്ചേരിയും ഏപ്രിൽ 9-ന് പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നും പശ്ചിമബംഗാളിൽ ഏപ്രിൽ 23, 29 തീയതികളിലും വോട്ടെടുപ്പ്. 5ഇടത്തും വോട്ടെണ്ണൽ മെയ് 4-ന്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും സുഗമവുമാക്കുന്നതിന് 30ഓളം പുതിയ സംരംഭങ്ങൾ അവതരിപ്പിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് മുന്നണികൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF.
വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് UDFും NDAയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.